സോറി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അബ്രപ്റ്റ് എൻഡിങ് വന്നു എന്ന് തോന്നുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്ക് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല. നമുക്ക് ജസ്റ്റ് അതൊന്നുകൂടെ ഒന്ന് നോക്കാം. നമ്മൾ ഫൈനൽ സ്ലൈഡ്സ് വരെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞു, പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞു, പ്രീപെയ്ഡ് ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്, ഡെബിറ്റ് ആണ്. സോ എക്സ്പെൻസിൽ ഒരെണ്ണം ലൈബിലിറ്റി സൈഡിൽ പോകും, ഒരെണ്ണം അസറ്റ് സൈഡിലും വരും. ലൈബിലിറ്റി സൈഡിലുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഡെബിറ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് അസറ്റ് ആണ്, സോ ഡെബിറ്റ് ആസ്പെക്ട് ആണ്, അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. സോ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം ഓർക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞ ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദെൻ പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ ഓരോന്നും എന്താണെന്നൊന്ന് ഓർക്കുക. ദെൻ റിട്ടേൺസ് എന്ന് മാത്രം പറഞ്ഞാൽ റിട്ടേൺസ് ഇൻവേർഡ്സ് ആണ്, അത് ഡെബിറ്റ് ആണ്. റിട്ടേൺസ് ഔട്ട്വേർഡ്സ് ക്രെഡിറ്റ് ആണ്. ഡിസ്കൗണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് എന്നും കമ്മീഷൻ എന്നും മാത്രം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. ബാലൻസ് റിക്കവേർഡ്, പ്രൊവിഷൻ, റിസർവ്സ് അങ്ങനെയുള്ളതെല്ലാം ക്രെഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെന്റും ഡിപ്പോസിറ്റും ഡെബിറ്റും, ലോണും ഓവർഡ്രാഫ്റ്റും ക്രെഡിറ്റുമാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിലും ഡിപ്പോസിറ്റിലുമുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. ലോണിലും ഓവർഡ്രാഫ്റ്റിനുമുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ആണ്. അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോട്ടിലേക്ക് ഈ സ്ലൈഡിലുള്ള ഇപ്പോൾ ഇന്നത്തെ 2ാമത്തെ സ്ലൈഡിൽ നമ്മൾ കാണിച്ച അതായത് പാർട്ട് 2 ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.